മക്കളെ നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഓരോ കിടിലങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റി ടീം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ യൂട്യൂബിൽ ബാക്കി എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ വന്നേക്കുന്നത് മലയാളം സൂപ്പർ ആക്കാൻ നമുക്ക് രണ്ടുപേര് നമുക്കുണ്ട്. ഒന്ന് അനുരാജ് സാറാണ്, രണ്ടാമത്തെ നമ്മുടെ സ്വന്തം ഷിബിന മിസ്സാണ്. അങ്ങനെ എല്ലാമായിട്ട് സൂപ്പർ നോട്ട്സ് ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളുമായിട്ട് നമ്മൾ വരുന്നു. ഇന്ന് സാറിനെ നിങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ സാറ് നിങ്ങൾക്ക് ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇരുന്ന എല്ലാവർക്കും സാറിനെ അറിയാം. സാറ് നമ്മുടെ സ്വന്തം അനുരാജ് സാറാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സാറ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സാറേ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. തകർത്തോ നിങ്ങൾ? ഓക്കെ, എല്ലാവരെയും വീണ്ടും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒത്തിരി മലയാളം ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? നാം എല്ലാവരും വ്യത്യസ്തതകളിൽ നിന്നും വ്യത്യസ്തയിലേക്ക് സഞ്ചരിക്കുന്നു. ആ വ്യത്യസ്തതകൾക്കിടയിൽ നിന്ന് നാം മലയാളം 10-ന് 10 നേടാൻ പോവുകയാണ്. PSC നമുക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത് 13 ടോപ്പിക്കാണ്. ആ 13 ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നേടേണ്ടത് 10 മാർക്കാണ്. ആ 10 മാർക്ക് എങ്ങനെ നേടാം? വ്യാകരണ ഭാഗവുമുണ്ട്, വൊക്കാബുലറി ഭാഗവുമുണ്ട്. വ്യാകരണത്തിന്റെ പങ്ക് തീരെ കുറവ്, വൊക്കാബുലറിയുടെ പങ്ക് വളരെയധികമുണ്ട്. അപ്പൊ നമുക്ക് നേടണ്ടേ? ഓക്കെ, ഇവിടെ വരൂ. മലയാളത്തിലെ ചില നുറുങ്ങുവിദ്യകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് എത്തിച്ചേരുന്നു. സർഗസംഗീതം മാറ്റൊലികൊള്ളുന്ന മുളങ്കാടിലേക്ക് വെട്ടിയ കൊന്തയും പൂണൂലും വലിച്ചെറിഞ്ഞ് രാവണപുത്രി ആയിഷ സത്യം പറഞ്ഞു, എനിക്ക് മരണമില്ല. അല്ലേ? ഇത് നിങ്ങൾ കേട്ടപാടെ ഏതോ നാടകത്തിലെ ശകലമായി ഓർമ്മയുണ്ടോ? പക്ഷേ ഇത് നാടകമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ കൃതികളാണ്. ആ കൃതികൾ 1 കോടി രൂപയെ നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കണ്ടേ? സർഗസംഗീതം മാറ്റൊലികൊള്ളുന്ന മുളങ്കാടിലേക്ക് വെട്ടിയ കൊന്തയും പൂണൂലും വലിച്ചെറിഞ്ഞ രാവണപുത്രി ആയിഷ സത്യം പറഞ്ഞു, എനിക്ക് മരണമില്ല. ഇതിൽ പ്രതിപാദിക്കുന്ന കൃതികൾ ഇവയൊക്കെയാണ്: സർഗസംഗീതം, എന്റെ മാറ്റൊലി കവിതകൾ, മുളങ്കാട്, വെട്ടം തിരുത്തം, കൊന്തയും പൂണൂലും. വയലാർ വലിച്ചെറിഞ്ഞ് ഉദ്ദേശിക്കുന്ന 2 വയലാർ കൃതികൾ, വയലാർ കവിതകൾ. രാവണപുത്രി ആയിഷ സത്യത്തിന് എത്ര വയസ്സായി, എനിക്ക് മരണമില്ല. അപ്പോൾ നോക്കണേ, സർഗസംഗീതം മാറ്റൊലികൊള്ളുന്ന മുളങ്കാടിലേക്ക് വെട്ടിയ കൊന്തയും പൂണൂലും വലിച്ചെറിഞ്ഞ രാവണപുത്രി ആയിഷ സത്യം പറഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ പഠിച്ചാൽ ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന കൃതികൾ ഇവയൊക്കെയാണ്: സർഗസംഗീതം, എന്റെ മാറ്റൊലി കവിതകൾ, മുളങ്കാട്, വെട്ടം തിരുത്തം, കൊന്തയും പൂണൂലും, വയലാർ കൃതികൾ, വയലാർ കവിതകൾ, രാവണപുത്രി ആയിഷ സത്യത്തിന് എത്ര വയസ്സായി, എനിക്ക് മരണമില്ല. നമുക്ക് ആ കൃതി ഏതൊക്കെയൊന്നൊന്ന് കണ്ടാലോ? എങ്ങനെ കാണുക? സർഗസംഗീതം, എന്റെ മാറ്റൊലി കവിതകൾ, മുളങ്കാട്, വെട്ടം തിരുത്തം, കൊന്തയും പൂണൂലും, വയലാർ കൃതികൾ, വയലാർ കവിതകൾ, രാവണപുത്രി ആയിഷ സത്യത്തിന് എത്ര വയസ്സായി, എനിക്ക് മരണമില്ല. ഓക്കെ, അപ്പോ നമ്മൾ വയലാറിന്റെ കൃതി ഇനി രസകരമായി പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് മലയാളത്തിലെ വൊക്കാബുലറി ഭാഗത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഏതാ? അപ്പൊ നിങ്ങൾ മനസ്സിലാത് വന്നു കഴിഞ്ഞു. ഏതാ? പര്യായ പദം എന്നായിരിക്കും നിങ്ങൾ പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാല്, സാർ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ ഇവിടെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പിന്നെയാണോ 8-10 വാക്കുകൾ പഠിക്കുക? പിന്നെയോ എങ്ങനെ ഓർക്കുക? അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരു പ്രതിവിധിയുമായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേരുന്നു. എങ്ങനെ സിമ്പിളായി അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പര്യായപദം പഠിക്കാം നോക്കാം. ഇവിടെ ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ, ബാക്കി പിന്നാലെ വരുന്നു. ഓക്കെ, നമ്മളിവിടെ പഠിക്കുക ചന്ദനം എന്ന വാക്കിന്റെ പര്യായമാണ്. അപ്പൊ നമുക്ക് നോക്കണം, വാക്ക് ഇവയൊക്കെയാണ്: ചന്ദനം, കളഭം, മാലേയം, ഗന്ധസാരം, മലയജം, കങ്ക, പാടീരം, അഞ്ചി. അപ്പൊ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? ചന്ദനം, കളഭം, മാലേയം, ഗന്ധസാരം, മലയജം, കങ്ക, പാടീരം, അഞ്ചി. അപ്പോൾ ഒരു സംശയം, സാറേ എന്തേ? ഇത് തന്നെയാണ് സാറേ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ്. ഇതെങ്ങനെയാ സാർ ഓർക്കും? ഇതാ നോക്കിക്കോ, ഇങ്ങനെ ഓർക്കാം. എങ്ങനെയാ? പാട്ടുപാടാൻ അറിയാമോ? എങ്കിൽ വാ എന്റെ കൂടെ കൂടിക്കോ. ചന്ദനത്തിൽ
കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം ചന്ദനത്തിൽ കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം മലയജം കങ്കാപാടീരം അഞ്ചി ചന്ദനമോ ഹൊയ് 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 ചന്ദനത്തിൽ കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം. പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പാടാം. സിമ്പിൾ. ഇവിടെ എന്ത് ചെയ്യുന്നു? മലയജം. അത് വരുമ്പോ ഒരു ഹൈ പിച്ചിട്ട് കേട്ടോ. മലയജം. ബാക്കിയെല്ലാം സിമ്പിളാ. ഓക്കെ, അപ്പം ഒരുമിച്ച് തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. പഠിക്കോ. ചന്ദനത്തിൽ കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം ചന്ദനത്തിൽ കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം മലയജം കങ്കപടീരം അഞ്ചി ചന്ദനമോ ഹൊയ് 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 വെറുതെ ആണ് ഇട്ട് തള്ളി കൊടുക്കുക. ഓക്കെ, ഹൊയ് 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 ചന്ദനത്തിൽ കളഭം ചാർത്തിയോ മാലേയം ഗന്ധസാരം. ഓക്കെ, അപ്പൊ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ നമുക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? ചന്ദനം, കളഭം, മാലേയം, ഗന്ധസാരം, മലയജം, കങ്ക, പാടീരം, അഞ്ചി. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോ നമ്മൾ ഇനി അടുത്ത പാട്ട് മാത്രമല്ല ഡാൻസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. ആ കലാരൂപങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മലയാളത്തിന് 10 മാർഗം നേടുന്നു. സിമ്പിളായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന കടമ്പയിലേക്ക് പതിയെ നടന്നു കയറാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.